ഞാൻ അനു രഞ്ജിത്ത്, സൈക്കാട്രി കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന വേറൊന്നുമല്ല, പഠന സമ്മർദ്ദങ്ങൾ എങ്ങനെ കുട്ടികളെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഇന്ന് പല കുട്ടികളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പഠന സമ്മർദ്ദം എന്ന് പറയുന്നത്. മാർക്ക്, റാങ്ക്, മത്സരങ്ങൾ ഇവയെല്ലാം കുട്ടികളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറുമ്പോൾ അത് ചിലപ്പോൾ അവരുടെ മനസ്സിനെ വളരെയേറെ മാനസികാരോഗ്യം ക്ഷയിക്കുന്നതിലേക്ക് ബാധിച്ചേക്കാം. അപ്പോൾ ചില കുട്ടികൾക്ക് പ്രചോദനമൊക്കെ തോന്നിയേക്കാമെങ്കിലും പലർക്കും അത് ഭയവും ഉത്കണ്ഠയും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പഠന സമ്മർദ്ദം എങ്ങനെ കുട്ടികളെ ബാധിക്കുന്നു എന്ന് നോക്കാം. അതിൽ ആദ്യമായി എടുത്തു പറയേണ്ട ഒന്നാണ് ഭയവും ഉത്കണ്ഠയും വർദ്ധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പരീക്ഷ തീയതിയൊക്കെ അടുത്ത് വരുമ്പോൾ കുട്ടികൾക്ക് ഉറക്കം അനുഭവപ്പെടുക, ഭയം അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള ചിന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും കുട്ടികൾക്ക് വളരെയേറെ അല്ലെങ്കിൽ അവർക്ക് വളരെയേറെ മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ വഴി ചെലുത്താവുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് ആത്മവിശ്വാസം കുറയുന്നു. മാർക്ക് കുറവായാൽ എനിക്ക് കൂടുതൽ എഴുതിയെടുക്കാനായിട്ട് സാധിക്കുമോ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ മാർക്ക് കിട്ടാത്തത് എന്നുള്ള തോന്നലുകൾ പലപ്പോഴും കുട്ടികൾക്കുണ്ടാകാം. പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ദീർഘകാലമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ചിലപ്പോൾ ആകാംക്ഷയോ അല്ലെങ്കിൽ ഉത്കണ്ഠയും വിഷാദവും തളർച്ചയൊക്കെ അനുഭവപ്പെടാം. പിന്നെ പഠനത്തിനുള്ള വിരക്തി ഉണ്ടാകാം. അത് ചിലപ്പോൾ സമ്മർദ്ദം കൂടുമ്പോഴൊക്കെ കുട്ടികൾക്ക് പഠനത്തിന് തന്നെ ഒരു താല്പര്യക്കുറവ്, ചില സബ്ജക്റ്റിൽ ചില കുട്ടികൾ വെറുക്കുന്നതായിട്ട് കേൾക്കാറില്ലേ, അതിങ്ങനെ ഒരു സമ്മർദ്ദം കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും മാർക്കിനേക്കാളും കൂടുതൽ പരിശ്രമത്തിന് അവർ ശ്രമിക്കുന്നതിന് വില മതിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ മാതാപിതാക്കൾ വേണ്ടേ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മാർക്കിനേക്കാളും കൂടുതൽ പരിശ്രമത്തിന് വില നൽകുക. അപ്പം നീ ഇത്രയും ശ്രമിച്ചല്ലോ, എന്നിട്ട് നിനക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് അവന് ഒരു സമാധാനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഫലം മാത്രമല്ലല്ലോ, ശ്രമവും പ്രധാനമാണ് എന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ താരതമ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിന്റെ കൂട്ടുകാരൻ പഠിച്ചില്ലെങ്കിൽ അവൻ നല്ല മാർക്ക് മേടിച്ചു, അവൻ എഴുതാൻ ശ്രമിച്ചു, അവൻ എത്ര മാർക്ക് നേടി, നീ എന്തുകൊണ്ട് ഇത് മേടിച്ചില്ല എന്നത് കുട്ടിയെ കൂടുതൽ സമ്മർദ്ദമാക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം താരതമ്യം ചെയ്യുന്ന ഒഴിവാക്കുക. ഓരോ കുട്ടികൾക്കും അവരുടെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് മാർക്ക് കിട്ടുന്നതും ചില സബ്ജക്റ്റുകളിൽ ഇഷ്ടം കൂടുന്നതൊക്കെ. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് താരതമ്യം ചെയ്യുന്നതിന് പകരം അവർക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വിശ്രമത്തിനും കളിക്കാനും ഒക്കെ കുറച്ച് സമയം കണ്ടെത്തി കൊടുക്കുക. പഠനത്തിനോടൊപ്പം വിശ്രമവും കളിയും ഒക്കെ കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള സമയവും നമ്മൾ കണ്ടെത്തി കൊടുക്കുക. എപ്പോഴും പഠിത്തം മാത്രമല്ല, പിന്നെ തുറന്നുള്ള സംഭാഷണം. നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ആ വിഷയം എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കുട്ടികളുമായിട്ട് അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അച്ഛാ എനിക്കിത് മാത്സ് പറ്റുന്നില്ല, എനിക്ക് ട്യൂഷൻ ആവശ്യമുണ്ട് എന്ന് അവർ തുറന്നു പറയും. അല്ലാത്ത സമയം അവർ മനസ്സിൽ ഒതുക്കി പഠിക്കാതെ ഇരുന്ന് കൂടുതൽ സമ്മർദ്ദം നേരിടുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് വർദ്ധിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം തുറന്ന് സംസാരിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. നമുക്കൊരു കാര്യം ഓർമ്മ വേണം, കുട്ടികളുടെ ജീവിതം മാർക്കിൽ മാത്രം കൊണ്ടല്ല നിർണ്ണയിക്കുന്നത്. അവരുടെ സന്തോഷവും മാനസികാരോഗ്യവും അതിലേറെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്തുണയും സ്നേഹവും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സമ്മർദ്ദം കുറയും, കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കും, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഫലപ്രദമായുള്ള വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും